ആദ്യം തന്നെ നമുക്കൊരു വോയിസ് കേൾക്കാം. വേറൊന്നുമല്ല, നമ്മുടെ കുറച്ച് ആൾക്കാർ കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് വിളിച്ച ഒരു വോയിസ് ആണ്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ജസ്ന അലിന്നാണോ അറിയില്ല. ജസ്ന 33. ഒരു ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തായിട്ടാ വന്നേന്നൊന്നും അറിയില്ല. കാഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അവിടെ അങ്ങനെ എഴുതി വെച്ചതായിട്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെ എമർജൻസി ഉള്ളതൊക്കെയാണ് ഇതാക്കി വെക്കുക. അല്ലാത്ത അങ്ങ് വിടും. പിന്നെ അങ്ങ് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഇവിടെ ചീട്ടെടുത്തതായിട്ട് കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ നോക്കി എങ്ങനെയാണെന്ന് അറിഞ്ഞത്. ഇവിടെ ഇപ്പം നോക്കിയാൽ ചീട്ടെടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അമ്പൂമ്പിയിലും മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ് നടന്നത്. അപ്പം ലസിതയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? സ്റ്റേഷൻ്റെ മുമ്പിൽ പോകും, അവിടെ കുത്തിരിക്കും, മണ്ണെണ്ണ ഒഴിക്കും, പെട്രോളാക്കും. പെട്രോള് മണ്ണെണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെ തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ദാണ്ടേ ഒരാന. ആ കണക്ക് സ്ഥിതിയായി. എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത്. എമർജൻസി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇവരത് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. എന്നെ അടക്കം, പാലക്കലിനെ അടക്കം, ഷെഫീന ബീബിയൊക്കെ പേര് ചേർത്തുകൊണ്ട് പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളൊരു കാര്യം കറക്റ്റ് തെളിവോടുകൂടി അവർ തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഡോക്ടർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റിനെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്. എന്തോ ഒരു ഗ്യാസിൻ്റെ ഗുളികയും പിന്നെ ആൻറ്റിബയോട്ടിക്കും ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാതെ ഇല്ലാതാവണം, മറ്റുള്ളവരെ പഴി ചാരാൻ വേണ്ടി ഇല്ലാതാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെറിയ കസർത്തൊക്കെ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ പെടുത്തണം. അതിൻ്റെ തലേ ദിവസം വരെ കൃത്യമായിട്ട് മറ്റുള്ളവരെ ഇരുന്ന് തെറി വിളിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഉരുളക്കുപ്പേരി പോലെ കൊടുത്തുകൊണ്ട് അടിച്ച് ഫൈറ്റ് ചെയ്തുന്ന സ്ത്രീയാണ് ഇവർ. ഈ ഊടായ്പ് ഹണി ട്രാപ്പുകാരി. സെക്കൻഡുകൾക്കുള്ളിലാണ് അവർ ട്രാക്ക് മാറ്റി പിടിച്ചത്. സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള ഒരു നാടകം. അതിനുപരി മറ്റുള്ള ആ 4 സ്ത്രീകളെ പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇവർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയായാലും കേസ് എടുക്കണം, FIR ഇട്ടണം. അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഷാജൻ സക്കറിയെ അറസ്റ്റ് ചെയ്തില്ലേ, അപ്പം എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അവിടെ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീയാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഇത് മറുഭാഗത്ത് നിൽക്കുന്നത് 3-4-5 സ്ത്രീകളാണ്. അവർക്കെതിരെ ഈ നാടകം കളിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. സ്ഥിരം പരാതി കൊടുക്കുന്ന ഒരുത്തി ആയതുകൊണ്ട് സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം ഇവരെന്തൊക്കെ നാടകം കളിക്കുമെന്നുള്ളത്. അതുമാത്രമല്ല, ഡോക്ടർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. ഈ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി സോഷ്യൽ മീഡിയയിൽ വന്ന് മുഴക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരൊരു മാനസിക രോഗിയാണ്. അത് മുഴുവട്ട് എന്ന് പറഞ്ഞാൽ മുഴുഭ്രാന്ത്, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇവര് സ്വന്തം കുട്ടികളെ വരെ ഇല്ലാണ്ടാക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവര് എന്നേ ചങ്ങലക്കിടേണ്ട ഒരു സമയം കഴിഞ്ഞു. ഇതിനൊന്നും പിടിച്ച് ചികിത്സിക്കാൻ ഇവിടെ ആരും ഇല്ലടേ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വട്ടത്തിയൊക്കെ കണ്ണന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ഈ മുഴുഭ്രാന്തുകൾ ഈ ജനസമൂഹത്തിനും അടുത്തു. ശരിക്കും ഇവളെ ഒരു പൊതുശല്യമായിട്ട് സമൂഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവളെ. അപ്പൊ ഇവള് വട്ടുമൂത്തട്ട് കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ, ഭ്രാന്ത് കാണിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്ന സ്ത്രീ നാളെ സ്വന്തം കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പൊ ശരിക്കും ഇവർക്കെതിരെയല്ലേ ഇതിനെതിരെ നടപടിക്ക് പോകേണ്ടത്? ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അക്ഷരാർത്ഥത്തില് അച്ചട്ടായി വന്നു. മറ്റു 4-5 സ്ത്രീകളെ പെടുത്താൻ അവരുടെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടിയ ഈ നാടകം. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരാൾ ആത്മഹത്യ ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എമർജൻസിയാണ്. എമർജൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ട ഒരു ഇതാണ് എമർജൻസി കേസായിട്ട് വരുന്നത്. അപ്പോൾ ഈ പാറ്റാഗുളിക വിഴുങ്ങി അല്ലെങ്കിൽ ഇതാ ഒന്ന് കോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം ആൻറ്റിബയോട്ടിക്കും ഗ്യാസിനുള്ള മരുന്നും എഴുതി കൊടുത്തിട്ട് അപ്പം തന്നെ പൊക്കോളാൻ പറഞ്ഞു വിട്ട കേസാണിത്. നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പം ഇതിൽ ഗവൺമെൻറ് ശരിക്കും ഇടപെട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ കുട്ടികളുടെ ജീവനെങ്കിലും നമുക്കൊരു സുരക്ഷിതത്വം കൊടുക്കണം, രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കുക.
എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന സാഹസങ്ങൾ കാണിക്കുന്നത്. അപ്പൊ 2 കുട്ടികളുടെ ജീവനാണ് ശരിക്കും ഇവിടെ ആപത്തിലായിരിക്കുന്നത്. ഈ സ്ത്രീക്ക് മാനസിക രോഗമാണ് എന്നുള്ള കാര്യത്തിന് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ബാലാവകാശ കമ്മീഷനായിട്ട് ഇടപെട്ടിട്ട് കുട്ടികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സുരക്ഷിതരാക്കുക എന്നൊരു കാര്യം മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അപകടത്തിലാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.